ഹലോ നമസ്കാരം. മിനി റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊരു പുതിയ ഒരു സീരീസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടിട്ടുണ്ടായിരിക്കും. രണ്ട് പിക്ചേഴ്സ് ആണ് ഞാൻ തരിക. അതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിമിഷം ആ ഒരു സമയത്ത് യൂണിവേഴ്സിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഈ റീഡിങ്ങിൽ നോക്കുക. ചെറിയ റീഡിംഗ് ആയിരിക്കും. ഓക്കെ, ഒരു മാക്സിമം ഒരു 5-6 കാർഡ്സ് മാത്രം എടുത്തുകൊണ്ടുള്ള വളരെ സിമ്പിൾ റീഡിംഗ് ആയിരിക്കും. പക്ഷെ അതിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു മേഖലയെ സംബന്ധിച്ചിട്ടായിരിക്കാം. ഓക്കെ, നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ആ ഒരു മൊമെന്റിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഈ മിനി റീഡിങ്സിലൂടെ നമ്മൾ നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോ രണ്ട് പിക്ചേഴ്സ് നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടിരിക്കും. അപ്പൊ അതിൽ നിന്ന് ഫസ്റ്റ് പിക്ചർ ആണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ, ഓക്കെ, ഫസ്റ്റ് പിക്ചറിനോടാണ് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നിയിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പിക്ചർ, ഈ റീഡിങ്ങില് ഫസ്റ്റ് പിക്ചർ ചൂസ് ചെയ്തിട്ടുള്ള കളക്ടീവ്സിന് അവരോട് എന്താണ് യൂണിവേഴ്സിന് ഈ നിമിഷം പറയാനായിട്ടുള്ളത്? ഓക്കെ, അണ്ടർലൈങ് എനർജി എന്ന് പറയുന്നത് 8 ഓഫ് കപ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങളോട് എന്താ പറയണെന്ന് വെച്ചാല്, നിങ്ങളിപ്പോ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിന്റെ സമാധാനത്തിനാണ്. നിങ്ങളുടെ മനസ്സ് എത്രത്തോളം ശാന്തമായിരിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കും. അത് മാത്രല്ല, നിങ്ങൾക്ക് ഇപ്പോ എന്താ പറയണ്ടേ, ഒരു നിങ്ങളുടെ തന്നെ ഒരു എന്താ പറയാ, ഇമോഷൻസിനെ ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു സമയമാണിപ്പോ. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹവും കരുതലും നിങ്ങൾക്ക് തന്നെ നൽകേണ്ട ഒരു സമയമാണിപ്പം. അപ്പോൾ മനസ്സമാധാനം നിങ്ങൾക്ക് ഫീൽ ചെയ്യുക എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. സമാധാനത്തോടെ നിങ്ങൾ ആയിരിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് എന്താ പറയണ്ടേ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിക്കുക. ക്ലാരിറ്റി ഉണ്ടാവും നിങ്ങൾക്ക് ലൈഫിൽ. ഒരു കാര്യത്തിൽ ഒരു സന്ദർഭത്തിൽ എത്തുമ്പോൾ എന്ത് ചെയ്യണം, എന്ത് ആക്ഷൻ എടുക്കണം എന്നതിനെ സംബന്ധിച്ചിട്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു എനർജി ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില വ്യക്തികളുമായിട്ട് ഒരു ഡിസഗ്രിമെന്റ്സ്, ഓക്കെ, നിങ്ങളുടെയും അവരുടെ ഇടയിൽ ഒരു സമാധാനമില്ലായ്മ, ഒരു എന്താ പറയുക, ചിലപ്പോൾ നിങ്ങൾ ഓപ്പൺ ആയിട്ട് ഒരു തർക്കമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ അത് ഓപ്പൺ ആയിട്ട് ഉണ്ടാവില്ല, ഒരു കോൾഡ് വാർ ആയിരിക്കും. ഓക്കെ, അത് നിങ്ങളുടെ മനസ്സമാധാനത്തിന് കെടുത്തുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ യൂണിവേഴ്സ് അതാ പറയുന്നത്, നിങ്ങളുടെ മനസ്സമാധാനം അത് കെടുത്തുകയാണ്. എന്തിനാണ് അനാവശ്യമായിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യുന്നത്? ഓക്കെ, നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം അത് നേടിയെടുക്കുന്നതിലേക്ക്, അതിലെത്തിച്ചേരുന്നതിലേക്ക് ആയിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും. അതിന് നിങ്ങൾ എന്തൊക്കെ ആക്ഷൻ എടുക്കണമോ അതിലായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ. ഓക്കെ, അത് അങ്ങനെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ പറയാ, വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വളരെ ഇമോഷണലി ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ന്യൂ ചാപ്റ്റർ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ നിങ്ങളോട് എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ നിയർ ഫ്യൂച്ചറിൽ ഒരു തരത്തിൽ എന്താ പറയാ, ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കാണുന്നുണ്ട്, പ്രോസ്പെറിറ്റി, ഓക്കെ, ലൈഫ് സ്റ്റൈലിൽ ഒരു പോസിറ്റീവ് ചേഞ്ച്, ഇമോഷണലി ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ് കാണുന്നു. അപ്പൊ ഈ ഒരു എനർജി ആണ് നിങ്ങളുടെ നിയർ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് ഇരിക്കുന്നത്. അതിനെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളിപ്പോ നിങ്ങളുടെ ഡിസയേഴ്സ് എന്താണോ ആ ഡിസയേഴ്സിലേക്ക്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസ് എടുക്കുക. അതിൽ മാത്രമായിരിക്കണം ശ്രദ്ധ. ഇത്തരത്തിലുള്ള പെറ്റി ഫൈറ്റ്സ് ഒന്നും എടുക്കണം. ഇങ്ങനത്തെ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിലും അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഈ വിദ്വേഷങ്ങളിലൊന്നും ഫോക്കസ് ചെയ്ത് സമയം വേസ്റ്റ് ചെയ്യരുത് എന്ന് നിങ്ങളെ യൂണിവേഴ്സ് ഓർമ്മിപ്പിക്കുന്നു. പിന്നെ ഇവിടെ ന്യായം നിങ്ങളുടെ ഭാഗത്തായിരിക്കാം, പക്ഷെ എന്നാലും ഈ പറയുന്ന പോലെ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതി, അവർ ശരിക്കും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നില്ല എന്ന് ഞാൻ കേൾക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതി നിങ്ങൾ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ ലൈഫിൽ വേണ്ട. ഓക്കെ, അങ്ങനത്തെ ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട. നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിനെ അതേ രീതിയിൽ തിരിച്ചെടുക്കുന്ന ആളുകളെയാണ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അർഹിക്കുന്നത്. ആ ഒരു ബോധ്യത്തോടെ നിങ്ങൾ എന്ത് ചെയ്യണം,
നിങ്ങൾ ഇവരിൽ നിന്ന് ഒരു അകലം പാലിക്കാം. ഈ അനാവശ്യമായിട്ടുള്ള കോൾഡ് വാറും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങളുടെ മനസ്സമാധാനത്തിന് കെടുത്തുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ പോകാൻ പാടില്ല. എന്തൊക്കെ നിങ്ങളുടെ മനസ്സമാധാനം കെടുത്തുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് നല്ലതല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളുടെ വാല്യൂ അറിയണമെങ്കിൽ, നിങ്ങൾ എന്ത് ഡിസേർവ് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളിൽ ഫോക്കസ് ചെയ്യണം എന്നാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹവും കരുതലും നിങ്ങൾ സ്വയം നൽകുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തന്നെ ബോധ്യമാവും നിങ്ങൾ എന്താണ് ഡിസേർവ് ചെയ്യുന്നത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് കണക്ഷൻസ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് പീപ്പിൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറയുന്നു, സെൽഫ് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറയുന്നു. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട്. ഈ വരാനിരിക്കുന്ന ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഉന്നതി വളരെയധികം സന്തോഷം നൽകുന്ന ഒരു പുതിയ തുടക്കത്തിനായിട്ട് തയ്യാറെടുക്കാനും നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസനേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. അതുപോലെ തന്നെ ഈ റീഡിങ്ങിനെ ലൈക്ക് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും ചെയ്യാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2. അപ്പം നിങ്ങൾ രണ്ടാമത്തെ പിക്ചറാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളോട് എന്താണ് യൂണിവേഴ്സിന് പറയാനുള്ളത് എന്നാണ് നമ്മൾ ഈ റീഡിംഗിൽ നോക്കുന്നത്. ഓക്കെ, ഓക്കെ, ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോ ഫോക്കസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യം, അതേസമയം നിങ്ങൾ ഒരുപാട് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു ന്യൂ ലവ് ഇൻട്രസ്റ്റ്. ഓക്കെ, അതാണ് എനിക്ക് കിട്ടുന്ന ഒരു മെസ്സേജ്. ന്യൂ ലവ് ഇൻട്രസ്റ്റ്, പ്രത്യേകിച്ച് സിംഗിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു എന്താ പറയാ, ആ ഒരു നിങ്ങളുടെ ലവ് ലൈഫിലേക്ക് നിങ്ങൾ കൂടുതൽ അമിതമായി ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് ഒരു പക്ഷെ ഒരു ന്യൂ ലവ് ഇൻട്രസ്റ്റ് നിങ്ങളുടെ ഒരു എനർജി സ്പേസിൽ ഇപ്പൊ ഉണ്ടായിരിക്കാം. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നത് അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ പാടില്ല. അതായത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത് ഇതിനും നല്ലൊരു കണക്ഷൻ ആണ്. ഇതിപ്പോ നല്ലതായിട്ട് തോന്നുമെങ്കിലും ലോങ് ടേമിലേക്ക് നിങ്ങൾക്ക് നല്ലതല്ല. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത് ഒരു സ്റ്റേബിൾ സെക്യൂർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, അതിലേക്ക് അതാണ് നിങ്ങൾ അർഹിക്കുന്നത് എന്ന ബോധ്യത്തോടെ ഇതില് ശ്രദ്ധ കൊടുക്കാതിരിക്കാൻ പറയുന്നു. കാരണം നിങ്ങൾ ഇപ്പൊ ശ്രദ്ധ കൊടുക്കേണ്ടത് യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. യൂണിവേഴ്സ് ചില നല്ല നല്ല വാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിനെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്, അതായത് കൺട്രോളിങ് ടെൻഡൻസി നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, ലൈഫിൽ ഇനി ഇങ്ങനെയാണ് നടക്കേണ്ടത്, ഇന്ന സമയത്ത് ഇന്ന കാര്യം നടന്നിരിക്കണം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിയന്ത്രിക്കാനായിട്ടൊരു എന്താ പറയേണ്ട ഒരു ടെൻഡൻസി ഉണ്ട്. ഓക്കെ, അത് ഇല്ലാതായിട്ട് ലൈഫിൽ വരുന്ന മാറ്റങ്ങളെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ, ആ ഒരു ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിരിക്കാൻ എന്ന് പറയില്ലേ, യൂണിവേഴ്സ് നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കുന്ന ഓരോ എനർജീസിനെയും സ്വീകരിക്കാനായിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്, അതിലേക്ക് നിങ്ങൾ എത്തണം. കൺട്രോളിങ് ഒക്കെ ഒഴിവാക്കി ലൈഫിന്റെ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന നല്ല നല്ല മൊമെന്റ്സ്, അനുഗ്രഹങ്ങൾ, അതിലൊക്കെ ഫോക്കസ് ചെയ്ത്, ഓക്കെ, നിങ്ങൾക്ക് ഉണ്ടാവുന്ന നല്ല അനുഭവങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത്, അങ്ങനെ ഒരു റിലാക്സ്ഡ് എനർജി ആയിക്കൊണ്ട് ജീവിതത്തെ ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റണം. അങ്ങനെ ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ ആകുക. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പൊ വേണ്ടത്. അതിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്. ഓക്കെ, ഈ ഒരു ലവ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചെയ്യേണ്ട കാര്യം, ഇതാണ് നിങ്ങളിപ്പോ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. അതിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് നല്ലതല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതാണ് നിങ്ങളോട് ഇവിടെ ചെയ്യാൻ പറയുന്നത്. ഈ ഒരു എനർജിയിലായിരിക്കാൻ എന്തുകൊണ്ടാണ് പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു ഗോൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ട്, നിങ്ങൾ അതിലേക്ക് എന്താ പറയാ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക, അത് നേടിയെടുക്കുന്നതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് എന്നാണെങ്കിൽ ആ ഒരു കാര്യത്തില് ഒരു ഫോർവേഡ് മൊമെന്റ്, ആ ഒരു ലക്ഷ്യത്തിലെ ഒരു ഫോർവേഡ് മൊമെന്റ്, നിങ്ങൾ കൂടുതൽ ആ ലക്ഷ്യത്തിനോട് അടുക്കുന്നതായിട്ട് കാണുന്നു. ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന അവസരങ്ങൾ, ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്, നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റീസ് വേണ്ട വിധം നിങ്ങൾക്ക് സ്വീകരിക്കാൻ, അതിനെ തിരിച്ചറിയാൻ, അതിനെ ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് മോഡിലാകണം. നിങ്ങളുടെ ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് ഇപ്പോഴേ അത് എന്താ പറയുക ശീലിക്കാൻ പറയുന്നത്. ആ ഒരു പ്രസന്റ് മൊമെന്റിൽ ആയിക്കൊണ്ട് ഗ്രൗണ്ടഡ് ആയിരുന്നു കൊണ്ട്
ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്ത് നല്ല നല്ല അനുഭവങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഒക്കെ ശ്രദ്ധ കൊടുത്ത് ഒരു എന്താ പറയുക റിലാക്സ്ഡ് എനർജിയിലായി മുന്നോട്ട് പോകാൻ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ ഈ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വൈകാതെ തന്നെ വരുന്നതാണ്. അപ്പൊ ആ അവസരങ്ങൾ വരുമ്പോൾ അതിനെ സ്വീകരിക്കാൻ തിരിച്ചറിയാനും പറ്റണം, അത് സ്വീകരിച്ച് അത് ഉപയോഗിച്ച് മുന്നിട്ട് പോകാനും നിങ്ങൾക്ക് പറ്റണം. അത് വേണമെങ്കിൽ നിങ്ങൾ ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ് ആയിരിക്കണം. ഓക്കെ, പക്ഷെ ഈ ലവ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രാക്ഷൻ ആണ്. ഇത് ലവ് ഇൻട്രസ്റ്റ് ആയിരിക്കാം, പിന്നെ നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള ആളാണെങ്കിൽ പോലും ആ ലവ് ലൈഫിലേക്ക് നിങ്ങൾ ഓവറായിട്ട് ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അതല്ല ഇപ്പോൾ വേണ്ടത്, അവിടെ അല്ല നിങ്ങൾ ശ്രദ്ധ പോകേണ്ടത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധ പോകേണ്ടത് ഈ പറഞ്ഞ കാര്യത്തിലാണ്, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ സംസാരിച്ച കാര്യത്തിലാണ്, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഗോൾസിലാണ്. അതിനെ റിസീവ് ചെയ്യുന്നതിന്, ഏറ്റവും നല്ല രീതിയിൽ റിസീവ് ചെയ്യുന്നതിന്, ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ് ആയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിലൊക്കെയാണ് നിങ്ങളുടെ ശ്രദ്ധ വരേണ്ടത്. ഓക്കെ, അപ്പോ ഈ ഒരു എന്താ പറയാ, ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സ് പറഞ്ഞ പോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വൈകാതെ എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരുപാട് കാലമായിട്ട് നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും നേടിയെടുക്കാനേ, അത് അതിലേക്ക് പെട്ടെന്ന് എടുക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങളിലേക്ക് വരുന്നത്. പക്ഷെ അത് തിരിച്ചറിയണമെങ്കിൽ, അത് എന്താ പറയാ, അത് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റണമെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ് ആയിരിക്കണം. ഇത് കൂടുതൽ ലവ് ഇൻട്രസ്റ്റ് എന്ന് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്സ്. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് എനർജിയിൽ ഓവറായിട്ട് ഇൻവോൾവ് ആകുക, അവിടെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക, അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യാം, ആ ഒരു എനർജിയാണ് ഇപ്പൊ കിട്ടുന്നത്. പക്ഷെ അതല്ല ഇപ്പൊ വേണ്ടത്. ഓക്കെ, ഇപ്പൊ വേണ്ടത് നിങ്ങളുടെ പേഴ്സണൽ ഗോൾസിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്, അതിനെ സ്വീകരിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് റെസനേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. താങ്ക് യു.